മാസ്റ്റർക്രാഫ്റ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളെ കൂന്തൽ നിറച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ കുറച്ച് കൂന്തൽ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ ചെറിയ ഉള്ളി, പിന്നെ കുറച്ച് അരി നന്നായിട്ട് കഴുകി എടുത്തത്, പിന്നെ ഉലുവ, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് ഈർക്കൾ നമുക്ക് കൂന്തൽ തുന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് തേങ്ങയിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം, നമ്മളെ ചെറിയ ഉള്ളി ഇടാം, പിന്നെ അരി ഇട്ട് കൊടുക്കാം, പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം നമുക്ക്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതിന് നമ്മളെ കൂന്തലുണ്ടല്ലോ അതെടുത്തിട്ട് അതിൻ്റെ അകത്ത് കുറേശ്ശെ നിറച്ച് കൊടുക്കാം. ഇതുപോലെ ഒരു സ്പൂൺ എടുത്തിട്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ ശരിക്ക് ഒരു 1/4 ഭാഗം ഇത് നിറച്ചെടുക്കുക. അതിനുശേഷം ഇപ്പം നമ്മളിത് അതിൽ ഏകദേശം ഒരു 1/4 ഭാഗം നിറച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഈർക്കളി എടുത്തിട്ട് ഇത് ശരിക്കും ഇതിങ്ങനെ തുന്നിക്കൊടുക്കുക. നന്നായിട്ട് ഈർക്കളി ഇട്ടിട്ട് നന്നായിട്ട് ലോക്ക് ചെയ്യാം. അല്ലോ ഇതുപോലെ നന്നായിട്ട് ലോക്ക് ചെയ്ത് മാറ്റി വെക്കുക. വേറെ അതുപോലെ നമുക്ക് അടുത്തതും അതേപോലെ സെയിം അതേപോലെ തന്നെ നിറച്ചെടുക്കുക. ശരിക്കും ഉള്ളിലേക്കൊന്ന് അമർത്തി കൊടുക്കുക. ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെക്കുക, ഒന്ന് വെന്ത് വരാനുള്ള വെള്ളം. എന്നിട്ട് വെള്ളത്തിലേക്ക് നമുക്കത് എടുത്ത് വെക്കാം. നമ്മൾ അരി വേവാനുള്ള സമയം മതി കേട്ടോ, ഒന്ന് തിളപ്പിച്ചാൽ മതി. നമ്മൾ റേഷൻ അരി അതുകൊണ്ട് പെട്ടെന്ന് തിളച്ച് വരും. അപ്പോൾ അരി ഒന്ന് വേവാനുള്ള സമയം നമ്മളത് ചൂടാക്കി എടുക്കണം. നമ്മളിതിൽ ബാക്കി വന്ന ആ മിക്സ് ഉണ്ടല്ലോ അതും അതിലേക്ക് കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളത് ശരിക്ക് ഒന്ന് മുങ്ങാനുള്ള വെള്ളം എടുത്തിട്ട് അതിൽ വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് തിളച്ചിട്ട് വേവണ വരെ നമുക്ക് മൂടി വെക്കാം. നമ്മൾ വിസിലൊക്കെ ഊരി വെച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ വിസിൽ ഊരി വെച്ചിട്ടുണ്ട്. നമുക്ക് അടച്ചു വെച്ചിട്ട് അത് തിളച്ച് വരുന്നവരൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ കൂന്തൽ നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഒരു അരമണിക്കൂറോളം ഇത് തിളപ്പിച്ചു. ഇനി നമുക്കിത് ഓരോന്ന് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ചിലതൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കൂന്തൽ നിറച്ച ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് അത് നമ്മൾ തിളപ്പിച്ച വെള്ളമാണ്. ബാക്കി നമ്മൾ ആ മിക്സ് ഇട്ടിട്ട് അതിൻ്റെ വെള്ളം അതൊരു കഞ്ഞി പോലെ ഇതും ഇവിടെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്കിതൊന്നിങ്ങനെ മുറിച്ചെടുക്കാം. ഇതിട്ട് പറ്റില്ല, കൈ കൊണ്ട് തന്നെ മുറിക്കാം. ഒന്ന് ടേസ്റ്റ് ഒക്കെ നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് കുത്തിരുന്നിട്ട് സംഭവം അടിപൊളിയാട്ടോ. ഒന്ന് കഴിച്ചു നോക്ക്.
ഭയങ്കര ടേസ്റ്റാണ്, ഭയങ്കര ടേസ്റ്റ് അല്ലേ മമ്മിയ? എന്താണ് അനുസമ ചോദിക്കും, എന്താണ് എന്താണ്? കുഴപ്പമില്ല, അടിപൊളിയായിട്ടുണ്ടല്ലേ. നമുക്ക് ഇതിൻ്റെ വെള്ളതാ ഇതെങ്ങനെ ഇടുന്നു കുടിച്ചു നോക്കത്. കുറച്ച് ചോറൊക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് സംഭവം അടിപൊളി കേട്ടോ. അങ്ങനെ കുടിച്ചോ. ആ കൂന്തലിൻ്റെ റിയൽ ടേസ്റ്റ് വരുന്നുണ്ട്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഇത് നല്ല ഹെൽത്തി ഫുഡാണ്. വേറെ ഓയിലോ എണ്ണകളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഹെൽത്തി ഫുഡാണിത്. എല്ലാവരും ചെയ്തു നോക്കാം, അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.